നമുക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഇളയാങ്ങള, നേരെ ഇളയാങ്ങള, ആങ്ങളയുടെ മോളുടെ ഭർത്താവ്. അപ്പോൾ ഇവള് വെളിയിലായിരുന്നു, ഇപ്പോൾ അവൾ അവധിക്ക് വന്നതാണ്. വന്നപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഒന്ന് വന്നതാണ്. വന്നു കഴിഞ്ഞ് എല്ലാവരെയും കണ്ടു കേട്ട് പോകാനായിട്ട് വന്നതാണ്. ഇപ്പം ലീല ട്വിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കലാപരിപാടി എന്നാ സംഭവം? ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അത് കൊള്ളാമല്ലോ. മാമനും മക്കളും കൊച്ചുമക്കളും വന്നിട്ടില്ലേ, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതിനായിരുന്നു എന്നെ കൊണ്ട് ഈ സാധനം എല്ലാം വാങ്ങിപ്പിച്ചല്ലേ? അവർക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. എന്നാൽ പിന്നെ അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തേക്കാം. തട്ടിക്കൂട്ട എന്നാലും ബിരിയാണി എന്നൊക്കെ വിളിക്കാം. അതെല്ലേ? കലാപരിപാടി എന്നാ പിന്നെ കലാപരിപാടി കേട്ടോ, മെയിൻ കുക്ക് പറഞ്ഞ കേട്ടോ. എന്റെ ബിരിയാണിയെ കളിയാക്കുന്നോന്നാ ചോദിച്ചത്. ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ച് അടുപ്പേ വെച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇനി ഏരിയയിലോട്ട് നമ്മളില്ല, കഴിക്കാൻ നേരം വരാം. എല്ലാം കൂടെ നിന്ന് എടുത്തോളൂ. എന്നാ വല്ല നിങ്ങൾ കുറേ നേരം ആയില്ല ഇവിടെ കലാപരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. ചൂടോടെ തരാൻ വേണ്ട. ഇതിപ്പോ ഇതെല്ലാം അരിഞ്ഞു വെച്ചല്ലേ ഉള്ളൂ അല്ലേ? എല്ലാം ആയോ? ഞാൻ ബിരിയാണി ഉണ്ടാക്കിയ പോലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിച്ച അതുപോലെ തന്നെ എടുത്ത് മറ്റേ വേസ്റ്റ് കോട്ടയ്ക്കകത്തോണ്ട് അതെ ഇത്ര ഉള്ള അരിയില്ലേ, കുഞ്ഞരി പൊടിയരി മേടിച്ചിട്ട് വന്നു. ഇവളൊന്നുമില്ല. അപ്പൊ ഞാനത് അടുപ്പത്തിട്ട് വെച്ച് തീ കൊടുത്ത് അടുപ്പത്തിട്ട് ഈ സാധനം വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ആ അരി ഇടേണ്ടത്. ഞാൻ എന്ത് ചെയ്ത് അരി ഇട്ട് നെയ്യ് ഒഴിച്ച് കറുവാപ്പട്ട ഇട്ട് ഏലക്കയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ച് തിളച്ച് സാധാരണ അരി വേണമെന്ന് നോക്കി സംഭവം എടുത്തപ്പോണ്ടല്ലോ ഇങ്ങനെ ഉണ്ട പോലെ അരി പോള് പോലെ ഇരിക്കുന്നത്. കൊറേയൊക്കെ ശ്രമിച്ചു നോക്കി, വെള്ളമൊക്കെ ഒഴിച്ചു കൂറ്റി, രക്ഷയില്ല. ഞാൻ പറഞ്ഞ പിള്ളേരോട് പറഞ്ഞേ നമുക്ക് സാധാ ചോറ് തന്നെ തിന്നാം, അതുകൊണ്ട് ദൂരെ കളഞ്ഞ് അത് പോയി. അടുത്ത ദിവസം ഈ ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ അപ്പൊ എല്ലാരും പറഞ്ഞ് തിളച്ചിട്ട് അരി ഇട്ടത്. ഓ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ വെള്ളം തിളച്ച് അരി കഴുകിയിട്ട് കോരി എടുത്ത് ചേച്ചിയെ കൊണ്ടേ കാണിച്ചപ്പോഴേ 2 മിനിറ്റ് കഴിയുമ്പോ ഇത് ഊറ്റിക്കോന്ന് പറഞ്ഞു. സംഭവം സെറ്റ് ആയിരിക്കും പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് കോരി അപ്പായനെ കൊണ്ടേ കാണിച്ചപ്പോഴേ എടാ ഉള്ളു വെന്തിട്ടില്ല, ഇച്ചിരി വേഗം ഉള്ളും വെന്ത് പുറവും വെന്ത് കൊട്ടയിലും വേസ്റ്റിനകത്ത് കൊണ്ട് തട്ടിയും ചെയ്ത് എന്ന് പറഞ്ഞ പോലെ ആവുമോ? ഞങ്ങള് ബിരിയാണി വെച്ച് എന്നാ സംഭവം എന്നൊക്കെ ഇട്ടോണ്ടിരിക്കും. പട്ടിക്ക് കൊടുത്തു. എടി നിനക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കുന്നുണ്ട്. പറ്റുമോ നോക്കി, എങ്ങനെ ഉണ്ടോ നോക്കി. കൊട്ടായി ബിരിയാണി വെച്ച കഥ ഇപ്പൊ പറഞ്ഞു തീർത്തോ? ഞാൻ ബിരിയാണി വെച്ച കഥ ഇപ്പൊ പറഞ്ഞത്. ബിരിയാണി വെച്ചിട്ട് വേസ്റ്റ് പാത്രത്തിൽ അത് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യവും വേസ്റ്റിനകത്ത് കൊണ്ട് തട്ടി. വെന്തില്ല കുരുമുളക് കിട്ടും. കൂടിപ്പോയെന്നറിയില്ല. അത് കുഴപ്പമില്ല, കാരണം കൂടിയാലും ഒക്കെ പോകില്ല. അപ്പൊ ഏലക്ക, പെരിഞ്ജീരകം, ഇത് തക്കോലം, കറുവാപ്പട്ട, അത്രയല്ലേ ഉള്ളൂ. ഇതടച്ചു നാരങ്ങ മുറിച്ച് വെക്കണം അല്ലേ? അപ്പൊ ഇത്ര കഴിക്കാൻ ഇനി എവിടെ വെള്ളം കൊള്ളില്ലേ? അല്ല അരി ഇടുന്നത് നിറഞ്ഞില്ലേ? ഇല്ല കൊള്ളുമല്ലേ? എത്രയും കൊള്ളു വരുത്. പിന്നെ അവസാനം കുട്ടായുടെ ബിരിയാണി പോലെ ആവുമോ? ഇച്ചിരി വെള്ളം കോരാ. അവസാനം കടയിൽ പോയി ബിരിയാണി വാങ്ങിക്കേണ്ടി വരും. ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നും ചേർത്തില്ല, ഇച്ചിരി കോരിയാലും മതിയല്ലോ. ഉപ്പിടണ്ട. ഉണ്ടല്ല അതെ. ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയത് കണ്ടു പഠിച്ചിട്ട് വേണം വീട്ടിൽ പോയി ഉണ്ടാക്കാൻ. അതല്ലാതെ നമ്മൾ വഴറ്റിയും ചേർക്കുമല്ലേ? അതിനകത്തിട്ടാലും കുഴപ്പമില്ല. ബീൻസും ക്യാരറ്റും കണ്ടു പഠിച്ചു.
ഇപ്പം അതിനകത്തുണ്ട്. ഉപ്പിന്റെ കണക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? ഉപ്പിട്ട് കഴിയുമ്പോൾ ഉപ്പ് കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ആ വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. വെള്ളത്തിന് നന്നായിട്ട് ഉപ്പുണ്ടെങ്കിൽ ചോറൊക്കെ വയ്ക്കും. നന്നായിട്ട് ഉപ്പ് വേണം. വെള്ളത്തിന് ഒരുമാതിരി ഉപ്പ് വേണം. ഈ നാരങ്ങയും കൂടെ മുറിച്ചിടണം. രണ്ടായിട്ട് മുറിച്ചിടുവോ അതോ പല കഷ്ണമാക്കുമോ? മുറിച്ചിടണമെന്നില്ല, പിഴിഞ്ഞൊഴിച്ചാൽ മതി. അല്ല ഇത് കഷ്ണിച്ച് അങ്ങോട്ട് ഇട്ടാലും മതി. രണ്ടായിട്ടൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടേച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നാരങ്ങയൊന്നും ഇത് നീ ഉണ്ടാക്കുമ്പോൾ ഇട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇനി അടുത്ത പണി. കുഞ്ഞിക്ക് ഇതിനകത്ത് ഇതൊന്നും ഇടുന്ന ഇഷ്ടമില്ല. ആണോ? ഇതെല്ലാം പെറുക്കി കളയണ്ടേ. ചെറിയ സ്പൂൺ കിടക്കുന്നില്ല. ഇതിനെ ഇടുന്നറിയാമോ? അതെന്തിനാണ് ഇപ്പൊ നെയ്യ് ഇടുന്നത്? ഈ നെയ്യ് ഇടുന്നത് ചോറ് തങ്ങളിൽ ഒട്ടാതിരിക്കാൻ. അതായത് ഒന്നിനൊന്ന് ഒട്ടാതെ അങ്ങ് കിടക്കും. അതിനൊരു കണക്കൊന്നുമില്ല, ഒരു കുറച്ച് അല്ലേ? അതിന് വലിയ കണക്കൊന്നുമില്ല. അരിയും കൂടെ ഇങ്ങോട്ട് അരി ഇട്ടേക്കാം. അരി നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടു. അരമണിക്കൂർ ഇട്ടു അല്ലേ? ഇത് ചെറിയ അരിയാ. ഇത് ഞാൻ പറഞ്ഞ സൈസ് പൊടി അല്ലേ? പക്ഷെ ഇത് പെട്ടെന്ന് വേഗത്തില്ല. വേണമെങ്കിൽ മറ്റേ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് അതാണ്. ഇത് പക്ഷെ പെട്ടെന്ന് അത്ര പെട്ടെന്ന് വേഗിയല്ല. പക്ഷെ തിളച്ച വെള്ളത്തിൽ ഇട്ടെന്ന് പറഞ്ഞാലും അത് നോക്കിയിരുന്ന് എടുത്തില്ലെങ്കിൽ പറഞ്ഞാലും ഒട്ടിപ്പോവും. ഈ അരിയുടെ പേര് നമ്മൾ പറഞ്ഞു. ഇത് ജീരകശാലയല്ല. ജീരകശാല അരി നല്ലതാണ്. ജീരകശാല അതുപോലെ കുഞ്ഞരിയാ. ചേച്ചി പറഞ്ഞ ഇന്ത്യ ഗേറ്റിന്റെ അരി നല്ലതാണ്. ഇന്ത്യ ഗേറ്റിന്റെ അരിക്ക് നീളമാണ്. നീളമുണ്ട്, വണ്ണമുണ്ട്. ഇച്ചിരൂടെ ഇതിന് വണ്ണവും ഇല്ല, നീളവും ഇല്ല. ഇതിപ്പോ നമ്മളിപ്പോ ഇത്രയും വെള്ളം കിടക്കൊണ്ട് തിളച്ച് വെളി ചാടുവോ? ഇല്ല, ചാടാൻ നോക്കണം. കലം ഇച്ചിരി വലുതാകണമായിരുന്നോ? കലം തിങ്ങുവോ? എന്നാലും കൂടുതൽ ചോറാണ്. എന്താണ് അതിന്റെ പേരെന്താ? ഈ അരിക്ക് നമ്മളില്ലേ, എവിടെ തമിഴ്നാട്ടിൽ നിന്നോ? ഈ അരി ഇല്ലേ, ഈ അരി പിന്നെ ചുമ്മാ ചോറ് വെച്ച് തിന്നാൻ നല്ല ചോറാണ്. ആണല്ലേ? പിരിപിരാന്നിരിക്കും. നമ്മളെ റേഷൻ അരി വെച്ച് കഴിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ അതില് നല്ല ചോറായത്. ആണല്ലേ? ഒന്നും ഒട്ടുകയില്ല. ചേച്ചി നമ്മുടെ ഇവിടെ കിട്ടത്തില്ല ഈ അരി? നമുക്ക് അല്ല പറഞ്ഞു. അതൊക്കെ ഇട്ടെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് വറുത്ത് വെക്കാം. ഇനിയും കലാപരിപാടി ഉണ്ടല്ലേ? പിന്നെ ശരി. ഇവിടെ നിന്ന് കലാപരിപാടി കണ്ടു. അതെ, ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ആന്റി ഉണ്ടാക്കണ കണ്ട് പഠിച്ചിട്ട് വേണം വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ. അതെ, ആദ്യ ക്ലാസ് അടുത്ത ദിവസം സെറ്റാക്കിയാണ്. അവിടെ ചെന്നേ, അവിടെ ചെന്ന് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇഡലി ഉണ്ടാക്കി വെച്ചാ പാത്രത്തിനെ തെറി പറഞ്ഞില്ലെന്നാ പറഞ്ഞത്. പക്ഷെ എന്റെ പൊന്നെ, ഇവിടുത്തെ ഇഡലി കഴിച്ച് ചേച്ചി ഞാൻ വീട്ടിൽ പോയി അതുപോലെ ഇഡലി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവിടെ ഉണ്ടാക്കിയ ഇഡലി ഇന്ന് വരെ അത്ര ഒരു ഇഡലി ഞാൻ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. അതാണ് സത്യം. അതെന്താണ് അതിന്റെ പരിപാടി? ഇവിടെ ചോദിച്ചു. അല്ല, നല്ല പൂ പോലത്തെ ഇഡലി നമ്മളീ അതൊക്കെ ചെയ്തു, അതെല്ലാം ചെയ്തു. പക്ഷെ ഞാനൊരു ഈ മാവ് അരയ്ക്കുമ്പോ മാവ് ചൂടായ കുഴപ്പമുണ്ടോ? മിക്സി ഏതായാലും ചൂടാകും, നല്ല ചൂടായിരിക്കും. ഞങ്ങൾ ഇന്ന് വരെ വെച്ചിട്ട് പുളിച്ചു പൊങ്ങാറില്ല. കറക്റ്റ് ഉഴുന്ന് കണക്കിനാ ഇടുന്നത്. അത് പുളിച്ചു പൊങ്ങിയില്ല, അത് തന്നെയല്ല സോഫ്റ്റും ആകില്ല. അരയ്ക്കും. ഒരു തവി ചോറ് ഇടും. 1 കിലോ അരിക്കല്ല, 2 ഗ്ലാസ് അരി. അന്ന് ഇവിടെ വന്ന് ഇഡലി കഴിച്ചിട്ട് പോയിട്ട് അതുപോലത്തെ ഒരു ഇഡലി കഴിക്കാൻ വേണ്ടി കൊതിച്ചിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എനിക്ക് ചിന്തിക്കണം. ഇതെല്ലാം നമ്മള് വെളിച്ചെണ്ണല്ലേ ശരിയാക്കണം അല്ലേ? ഇപ്പൊ വെച്ച നെയ്യാണോ? എന്നാണത്? എനിക്കിതൊന്നും വേണ്ട ചുമച്ചതിൻ്റെ അകത്ത്. പിന്നെ നിനക്കെന്നാ വേണ്ടി? നിന്റെ
നമുക്ക് നീ വെറുക്കി പച്ചക്ക് തിന്നുമല്ലേ? ഇത് വറുത്തിട്ട അതിന്റെ ടേസ്റ്റ് ഇല്ല, പച്ചക്ക് തിന്നുന്ന ടേസ്റ്റ്. ബിരിയാണിക്ക് തരുന്നത് വറുത്തത്. നിനക്ക് വിളമ്പി തരുമ്പോ ഞങ്ങൾ എങ്ങനെ തരൂടാ ഇതില്ലാതെ? എനിക്കെല്ലാം പെറുക്കി കളയാണ്ട് മതി. എനിക്ക് കളയാൻ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഇത് കഴിക്കണം. ഇത്രയാകുമ്പം പോരണം. ഇപ്പൊ നിനക്കുള്ള ചോറ് വിളമ്പിയിട്ട് കപ്പലണ്ടി എല്ലാം ഞങ്ങൾ പെറുക്കി എടുത്തിട്ട് നിനക്ക് തരാവേ. ആ ഉറപ്പാണല്ലോ? ആ എനിക്ക് വറുത്താ വേണ്ട. എടാ നെയ്ക്കകത്ത് വറുത്തതിന് വേറെ നല്ലൊരു ടേസ്റ്റ് അല്ലേടാ? ആ അല്ലേ? ചുമ്മാ തിന്നേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളത് വറുത്ത. അല്ല 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 ചുമ്മാ തിന്നുന്ന ടേസ്റ്റ്. ഇത്രയുള്ള കപ്പലണ്ടി അല്ല കുറച്ചും കൂടെ ഉണ്ട്. മൊത്തം എടുത്ത് വെച്ച് ഇവൻ തീർക്കുന്ന എനിക്കറിയാം, അതുകൊണ്ടാണ് മൊത്തം എടുത്ത് വെക്കാൻ. അമ്പടി എന്ത് ചെയ്യാൻ കുറച്ച് കൊടുക്കുക, മൊത്തം ഉണ്ടല്ലോ. അണ്ണാ പപ്പട പാത്രത്തിൽ അത്ര ഒന്നും ഇരുന്നിട്ടാണ് കുറച്ച് ആന്റി കുറച്ച് ചോറ് വെന്തോ നോക്കാൻ കഴിയട്ടു. ആ ഉള്ളു വന്നോ? കണക്കാ ഇതാണ് അല്ലേ? ഇതാണ് ചോറിന്റെ കണക്ക്. ഞാൻ ഇതുപോലെ വെന്ത് കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുപോയി ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പായി പറഞ്ഞു ഇത് ഉള്ളു വെന്തില്ല എന്ന് പറഞ്ഞു. അതാണ് പറ്റിപ്പോയത്. നമ്മൾ ഈ തടയിലിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ആ ഇത് ചൂട് കൊണ്ട് വേവും. ഓ ശരി. ഈ ആവി അടഞ്ഞു കിടക്കൂലേ? ഇതിപ്പോ കണക്കാ. അത് തന്നെയല്ല, ചോറ് നല്ല കലക്കനായിട്ട് ഉപ്പ് പിടിച്ചു. ഉപ്പുമായി നല്ലപോലെ ഉപ്പ് പിടിച്ചു. നിങ്ങൾ ഉപ്പിട്ട് കഴിയുമ്പോ ആ വെള്ളത്തിന് നല്ല ഉപ്പ് വേണം, എന്നാലേ ചോറയിൽ ഉപ്പ് പിടിക്കുള്ളൂ. എന്നാലേ ഒരു കറക്റ്റ് പാകത്തിനാവുള്ളൂ. അല്ലാതെ നമ്മള് അവസാനം ഊറിനതിന് തൊട്ട് മുന്നേ ഉപ്പിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ 1-2 പാഠങ്ങൾ പഠിച്ചു. ഉള്ളിയും കപ്പലിന്റെയൊക്കെ വറുക്കുമ്പോഴേ ഇതുപോലെ ഇരിക്കണം അല്ലേ? റെസിപ്പി ആയിട്ടിരിക്കണം. ആ ഓക്കെ ഓക്കെ. നല്ലപോലെ മൊരിഞ്ഞ് അല്ലേ? കരിഞ്ഞു പോകരുത്, ഈ ഒരു കളറിലിരിക്കണം. നമ്മൾ ഉള്ളി എടുത്ത് വെച്ചു, കുറച്ച് നെയ്യ് വെച്ചു, കത്തിച്ചേർന്ന് വെച്ചു. ഈ മല്ലിയിലൊക്കെ ചേർക്കുമോ? പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ. ഞങ്ങളിതൊന്നുമില്ല. എടുക്കാനായതുകൊണ്ടാണ് ഈ ഉള്ളിക്കകത്ത് ഇതിനകത്തോട്ട് ചോറ് അങ്ങോട്ടിടും. കുറച്ച് അങ്ങോട്ടിടും. ഇല്ല ഇത് ഫുള്ളാ തീ കിടക്കുന്നേ. ആ തീരെ കുറച്ചു. കുറച്ച് മല്ലിയിലിടും. കുറച്ച് ഇതുകൂടി ഇടും. ഇനി വീണ്ടും ഇത് വാങ്ങി അങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇടും. കുഴപ്പമില്ല, വിളമ്പുമ്പോ നമുക്ക് വെറുതെ എടുക്കാം. മാറ്റിയാ മതി. ഇവൻ പറഞ്ഞ പോലെ അപ്പൊ 2 പേർക്ക് മാറ്റിയാ മതിയല്ലോ. മാമന് മല്ലിയില മാറ്റണം, കുഞ്ഞിക്ക് കപ്പലണ്ടി മാറ്റണം. സംഭവം സെറ്റ്. പിന്നെ ഒരു പണിയാണല്ലോ കുഞ്ഞിക്ക് ഇതിനകത്ത് കപ്പലണ്ടിയൊക്കെ പെറുകിട്ട് വരണമെങ്കിൽ. കപ്പലണ്ടിയായിട്ട് ഞങ്ങൾക്ക് തന്നേക്കണം കേട്ടോ. ഒരുപാട് ചേർക്കും. ആ എണ്ണ അല്ല എണ്ണ എല്ലാം കുറവ് ഒന്നും ഒരുപാട് ചേർക്കാറേ ഇല്ല. പറയണടാ. കൂട്ടായി എങ്ങനെയുണ്ട്? അടിപൊളി. ബിരിയാണി സൂപ്പറാണോ? എങ്ങനെയുണ്ട് സൗമ്യ? കൊള്ളാം, സൂപ്പറാ. സൂപ്പറല്ലേ? അവർക്ക് അത്ര അങ്ങ് അല്ലേ? ആണോ? സൂപ്പറല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ അതെ, അല്ലെന്ന് പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. അടിപൊളിയാ. നല്ലതാണേ നല്ലതെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നെ ഒരു 10-45 വർഷമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പം വന്നിട്ടില്ല.
45. എന്നെ പറ്റിച്ചു അതാണ് ചോദിച്ചത്. അതുകൊള്ള മാമൻ ഇപ്പൊ പ്രായം കുറച്ച് പറഞ്ഞു. അതൊന്നുമല്ല, നല്ല സൂപ്പർ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയ പോലെ ഒന്നും അല്ല. നിങ്ങൾക്കൊക്കെ ഒരുപാട് എണ്ണയൊന്നും ചേർക്കത്തില്ലല്ലോ. ഇല്ല എന്നാട്ട് അതാണ് നല്ല സൂപ്പറാ. ഞാൻ നെയ്യൊക്കെ കുറച്ചേ ഇനിയിപ്പം അച്ഛൻ അല്ലെന്നേ അതല്ല, അവള് ലീവിന് വന്നാൽ തന്നെ ബിരിയാണി തിന്നണമെന്നും പറഞ്ഞു. അല്ല ബിരിയാണി മാത്രല്ല, ആന്റി ഉണ്ടാക്കുന്ന ഫുഡ് കംപ്ലീറ്റ് കഴിക്കണം. ആന്റിയുടെ കയ്യിലുണ്ടാക്കുന്ന അതാണ് അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇവിടെ പിന്നെ കൈതഞ്ഞു ഹോസ്പിറ്റലിൽ അവിടെ നിന്നപ്പോഴേ കുറച്ച് നാള് നിന്നു. കറിയൊന്നും അവിടുത്തെ ഒന്നും പിടിക്കുകയല്ല. എന്നിട്ട് എന്നോട് വിളിച്ച് കുറച്ചില്ലേ ആന്റി എനിക്ക് കുറച്ച് അച്ചാറ് തരണേ." അച്ചാറ് ഞാൻ 1-2 അച്ചാറ് വിട്ടോണ്ട് ചെല്ലുവാ ആശുപത്രികളിൽ. പക്ഷെ ഇത് സൂപ്പറാ. ഞാൻ കഴിക്കുന്നില്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.